കൊള്ളാലോ. ഇതെവിടുന്ന്? അതെയോ? എന്നാലും വെറൈറ്റി സെലക്ഷൻസ് കിട്ടണമെങ്കിൽ പ്രാർത്ഥനയിൽ പോണം. സാരികളുടെ മായ പ്രപഞ്ചം എന്നൊക്കെ പറയും പോലെ. നിന്റെ സാരി ക്രേസ് ഇതുവരെ മാറിയില്ലേ? അതൊരു സ്വപ്ന. ഒരു 100 സാരിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം. എങ്ങനെയുണ്ട്? ഏയ്, ഒരു രക്ഷയില്ല. ഇതിന്റെ MD ഒരു മരങ്ങോടം കോന്നനാണെന്ന് തോന്നുന്നത്. വല്ലാത്തൊരു നോട്ടവും ചിരിയും ചോദ്യവും ഒക്കെ. പ്രഭാവതി, ഇരിക്കൂ. എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തിനു വേണ്ടിയാണ് ഈ ജോലിക്ക് ശ്രമിക്കുന്നത്? എന്റെ വീട് തൃക്കാരിയൂർ. ഞങ്ങൾ 5 മക്കളാ. കൂടാതെ അമ്മയും മുത്തശ്ശനും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ ജോലി ജീവിക്കാൻ വേണ്ടി, സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടി. ഞാൻ മാറാത്തനേഷ്യസ് കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ശേഷം അഡീഷണലായി സെക്രട്ടറിയൽ കോഴ്സും പാസ്സായിട്ടുണ്ട്. സാർ, ഈ സർട്ടിഫിക്കറ്റുകൾ നോക്കണം. എന്റെ 3 ചെറിയ ചോദ്യങ്ങൾക്ക് മിസ് പ്രഭാവതി ഒരുപാട് ഉത്തരങ്ങൾ നൽകി കഴിഞ്ഞു. കുറച്ചോവറായില്ലേ എന്നൊരു ഡൗട്ട്. ക്ഷമിക്കണം സാർ, പല ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ശീല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് കാണാപ്പാടാ. ചിലരാണെങ്കിൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഈ കമ്പനി കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം എത്രയാ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിന്റെ എണ്ണം വരെ എടുത്തിട്ടാ ഇങ്ങോട്ട് കയറിയത്. ഭൂമിക്ക് എത്ര വയസ്സായി? കടലിൽ ഉപ്പ് ചൊരിഞ്ഞതാര്? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു കഴുതയുടെ കൊമ്പിന് എത്ര നീളം വരും? ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത PSC ഗൈഡുകൾ നോക്കി പഠിച്ചിട്ട് ഇന്റർവ്യൂ വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ അറിയണ്ടു, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി തന്നാൽ എനിക്കെന്ത് തരും? ഞാൻ അത്രക്കാരിയല്ല. എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട. ഒന്നേ, ഞാനൊന്ന് പറയട്ടെ. വിടോ, സാരി ഒന്ന് വിടോ. വിടാനാ പറഞ്ഞത്. വിടോ. സോറി സാർ, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? സാറ് സാരി പിടിച്ചതാണെന്ന്. ഒരുപാട് ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ശീലിച്ച മിസ് പ്രഭാവതിക്ക് ഇത്തരമൊരു തെറ്റിദ്ധാരണ വന്നതിൽ അതിശയിക്കാനില്ല. എന്റെ ചോദ്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, അതാണ് ഞാൻ പ്രതീക്ഷിച്ച മറുപടി. എനിവേ, നൗ യു ക്യാൻ ഗോ. ഈ ജോലി എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ അപ്പോയിന്റ്മെന്റ് ഓർഡറും പ്രതീക്ഷിച്ച് പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നത്? നെക്സ്റ്റ്.